ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. അപകടങ്ങളും ദുരന്തങ്ങളുമൊക്കെ ഉണ്ടാകും. പക്ഷേ ഭഗവാൻ ഒരിക്കലും ഞങ്ങളെ തനിച്ചാക്കിയില്ല. ടീച്ചറുടെ കൃഷ്ണാനുഭവം കേൾക്കാം. ഹരി ഓം, ഹരേ കൃഷ്ണ. ഏവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഒരു റിട്ടയേർഡ് അധ്യാപികയാണ്. എൻ്റെ സ്വദേശം ഞാൻ ജനിച്ച സ്ഥലം വയനാടാണ്. എൻ്റെ നാട് എന്ന് പറയുന്നത് പാലക്കാടാണ്. ഞാനിപ്പോൾ ജീവിക്കുന്നത് കോഴിക്കോടാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും പ്രായത്തിൻ്റെ ഇടയിൽ നമുക്ക് നേരിട്ടിട്ടുള്ള ഓരോ അനുഭവങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇപ്പം ഇങ്ങനെയുള്ള ഗ്രൂപ്പിലൊക്കെ എത്തുമ്പോഴാണ്, അവരുടെയൊക്കെ അനുഭവങ്ങൾ വായിക്കുമ്പോഴാണ് ഇതൊക്കെ അനുഗ്രഹം തന്നെയായിരുന്നില്ലേ എന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരു ലൈഫിലെ വീഴ്ചകളും താഴ്ചകളും സന്തോഷവും ദുഃഖവും ഒക്കെ ഇടകലർന്ന് വരും എന്ന് മഹാന്മാർ പറയുന്നുണ്ടല്ലോ. നമ്മളെ പാരൻസും പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത്. അല്ലാതെ നല്ലത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ വളരെ ഈശ്വരഭക്തിയൊക്കെ ഉള്ളതാണെങ്കിലും പണത്തിനെയൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആൾ തന്നെയാണ്. ഒരുപാട് സമ്പാദിക്കണമെന്നും അങ്ങനെയൊക്കെ ഒരു വിചാരമുള്ള ആളുകളാണ്. അപ്പോൾ അതിൽ നിന്നും മാറി എൻ്റെ ജീവിതം ഒരു ഗവൺമെൻറ് ജോലി കിട്ടുകയും അതിൽ നിന്നും തികച്ചും വ്യത്യാസമായിട്ട് ഇങ്ങനെ ദൈവികമായ കാര്യങ്ങളിലേക്ക് ചേർന്ന് പോവുകയും ചെയ്തതൊക്കെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ തന്നെയാണ്. ഇതൊക്കെ വന്ന് ഭവിക്കുമ്പോഴേ നമ്മൾ വിചാരിക്കണത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണമെന്നാണ്. അപ്പോൾ ആദ്യം തൊട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു പ്രീ ഡിഗ്രി തൊട്ടാണ് എനിക്ക് വലിയ ദുരന്തങ്ങൾ എന്ന് പറയാൻ സംഭവിച്ചു തുടങ്ങുന്നത്. ഇതിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ കുടുംബത്തിൽ. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക്, അടുത്ത ജന്മത്തിലേക്ക് ഉള്ള ഒരു കൂട്ടലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതിൻ്റെ ആവശ്യമില്ല. ഭഗവാൻ അല്ല ദുരന്തങ്ങൾ തരുന്നത്. നമ്മൾ കഴിഞ്ഞ മുജ്ജന്മത്തിൻ്റെ ഫലമായിട്ട് കുറേ പ്രാരബ്ധങ്ങളും കർമ്മഫലവും ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമായിരിക്കും ഈ ജന്മം. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം, നിറഞ്ഞ കുടുംബം, ഒരു ദുഃഖവും പറയാനില്ല, സാമ്പത്തികമായിട്ടും ഒക്കെ അങ്ങനെ ചിന്തിക്കും. നമ്മൾ അതിൻ്റെ ഇടയിലൂടെയാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് കടന്നു പോകുന്നത്. അതാണ് ചിന്തിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പം ഭഗവാനിലേറെ അടുപ്പമുള്ള ആളുകളാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും. അവരുടെ വീട്ടിൽ അദ്ദേഹവും, എൻ്റെ വീട്ടിൽ ഞാനും. അപ്പോൾ പൊതുവെ കുടുംബത്തിലൊക്കെ ഇതാണ് സംസാരം. അവർ ഭയങ്കരമായിട്ട് ഭഗവാൻ ക്ഷേത്രങ്ങളിലൊക്കെ പോകണം, തീർത്ഥയാത്രകൾ പോകണം, ഭഗവാൻ ജീവിത രീതിയും അങ്ങനെയൊക്കെയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കണോ എന്ന്. ഭഗവാനല്ല നമുക്കിതൊക്കെ തന്നത്. ആ തരുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഭഗവാൻ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഭഗവാനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പം ഇതൊക്കെ വരാൻ പോകണോ, എൻ്റെ ഭക്തിക്ക് ഇതൊക്കെ വരാൻ പോകണോ, എൻ്റെ ഭക്തർക്ക് ഇതൊക്കെ സംഭവിക്കാൻ പോകണോ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എൻ്റെ ധർമ്മം. ധർമ്മത്തിനെ കാത്ത് രക്ഷിക്കാൻ എന്തും ചെയ്യുമല്ലോ കണ്ണൻ അല്ലേ. അപ്പം അതുകൊണ്ട് കണ്ണൻ അവിടെ ഇടപെടുന്നു എന്ന് മാത്രം. അപ്പം അങ്ങനെയുള്ള ഒരു അനുഗ്രഹ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രീ ഡിഗ്രി ലാസ്റ്റ് ഇയറിൽ എക്സാം എഴുതാൻ പോകുമ്പോഴാണ് ഒരു വലിയ വാൻ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. കുറേ മരിച്ചു ആളുകൾ. എന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എന്നെ രക്ഷിച്ചു. അപ്പോൾ ഒന്നും ഞാൻ ഇത് ഭഗവാന്റെ അനുഗ്രഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല. രക്ഷിച്ചു. അതിനുശേഷം പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ലാസ്റ്റ് ഇയർ വീണ്ടും ഇതേപോലെ ഒരു അപകടം സംഭവിച്ചു. കുറച്ച് ബെഡ് റെസ്റ്റ് അങ്ങനെയൊക്കെ വഹിക്കേണ്ടി വന്നു. ആ സമയത്തും എക്സാം നീട്ടി തരിക ചെയ്തത്. എന്തൊരു കാരണം പറഞ്ഞാൽ എക്സാം നീട്ടി തന്നു. അങ്ങനെ എൻ്റെ ഒരു വർഷം എനിക്ക് നഷ്ടപ്പെടാതെ കാത്തു. എന്നിട്ടാണ് ഞാൻ ബി എഡിന് പോയത്. അപ്പോൾ ബി എഡിന് പോകുമ്പോഴേക്കും മനസ്സൊരു വിധത്തിൽ പാകപ്പെടുത്തിയെടുത്തു. ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ തോന്നി. അപ്പോൾ ബി എഡ് കഴിഞ്ഞ് ബി എഡിലെ ഫിലോസഫി, സൈക്കോളജി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ കുറേ ദൈവത്തിലേക്ക് അടുക്കും. പ്രത്യേകിച്ച് കേരളത്തിലല്ല ബി എഡ് ചെയ്തത്, അത് കർണാടകയിലായിരുന്നു.
അപ്പോൾ അവിടെ ഒരു ആശ്രമത്തിന് കീഴിലുള്ള ബി.എഡ് കോളേജാണ്. പൊതുവെ അവിടുത്തെ പൂജ, അവിടുത്തെ ജീവിത രീതികളൊക്കെ നമ്മൾക്ക് നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഒരു സമൂഹത്തോടുള്ള കാഴ്ചപ്പാടുകളെ മാറ്റാനിടയാക്കി. എല്ലാവരെയും ഒരേപോലെ കാണാനും എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒക്കെ ഒരു മനോഭാവമൊക്കെ ആ ബി.എഡിൽ നിന്നാണ് കിട്ടിയത്. അപ്പം അത് കഴിഞ്ഞ് വന്നു ഇപ്പോൾ വിവാഹാലോചനകളായി. പൊതുവെ വയനാട് എന്നൊക്കെ പറഞ്ഞാൽ എസ്റ്റേറ്റുകളൊക്കെ ഉള്ള ആളുകളാണ്, ഒരു മിഡിൽ ക്ലാസ്. അപ്പം അത്തരം വലിയൊരു ചുറ്റുപാടിലേക്ക് എന്നെ വിടാൻ അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. അപ്പം അച്ഛൻ ആദ്യമേ പറഞ്ഞ ഒരു ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കേ കൊടുക്കൂ, മാത്രമല്ല കുറച്ച് ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാവണമെന്ന്. എന്തുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കലും അച്ഛൻ അങ്ങനെ പറയാത്തതാണ്. പക്ഷെ മക്കളെ ശരിക്കും മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റ് ചേച്ചിമാർ, ഏട്ടന്മാർ, അനിയൻ, അങ്ങനെ അവർക്കൊക്കെ ഏട്ടൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ്റെ മോളെയാണ് കഴിച്ചിരിക്കുന്നത്. കാരണം അച്ഛൻ പറയും ആൺകുട്ടികൾ അങ്ങനെ ബന്ധുബലം വേണം എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാം ഓരോരുത്തരെയും മനസ്സിലാക്കിയിട്ടാണ് അച്ഛൻ ജീവിതത്തിൽ ഓരോരുത്തർ തിരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഞാനും ചിന്തിച്ചു, ശരിയായിരിക്കും അച്ഛൻ പറയണത്. അങ്ങനെ അങ്ങനെയുള്ള ആളെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലൊരു ഏട്ടൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ചേച്ചീൻ്റെ അനിയൻ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് മനസ്സിലായി. അപ്പം അദ്ദേഹത്തിന് സെൻട്രൽ ഗവൺമെൻറ് ജോലി ഉണ്ടായിട്ടും ലീവ് എടുത്ത് കന്യാകുമാരി ആശ്രമത്തിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ അരുണാചലിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ബന്ധുക്കളോടൊക്കെ അന്വേഷിച്ച് അത് ഫിക്സ് ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ അച്ഛന് ആ വിവാഹം കാണാൻ പറ്റിയില്ല. അച്ഛന് അപ്പോഴേക്കും നമ്മളെ വിട്ടുപോയി. അപ്പോൾ ബി.എഡിൻ്റെ റിസൾട്ട് അറിയുമ്പോഴും അച്ഛനുണ്ടായിരുന്നില്ല. അച്ഛന് വേണ്ടിയാണ് ഞാൻ അപ്പോഴൊക്കെ പഠിച്ചത്. അപ്പം നല്ല ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടി. അപ്പോൾ ഇത് രണ്ടും ഒരു സങ്കടമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഒരു വർഷം കഴിഞ്ഞാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അപ്പോഴേക്കൊക്കെ ഞാൻ ശരിക്കും 5 നേരമൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി. പ്രാർത്ഥന മാത്രമായി. അപ്പോൾ കുറേ സിദ്ധികളൊക്കെ കൈവന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി. കാരണം നടക്കാൻ പോണ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റും. അത്രയും ഒരു കഴിവ് എവിടെ നിന്നൊക്കെയോ എനിക്ക് കിട്ടി. അപ്പോൾ നമ്മൾ വിവാഹം ത്തിൻ്റെ സമയത്ത് കുറച്ച് പേരെയും കുറേ നല്ല നല്ല പ്രപ്പോസൽ വരുമ്പോൾ വീട്ടുകളിലെ ചിലർക്കൊക്കെ അതെടുത്തൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദ്യം വന്നു. അപ്പോൾ ഞാൻ ഭഗവാനിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ശയന പ്രദക്ഷിണം നടത്താം ഈ വിവാഹം നടന്നാലെന്ന്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു. പക്ഷെ അന്ന് നമ്മൾ എന്തായാലും ശയന പ്രദക്ഷിണം നടത്തൂലല്ലോ, അത് കഴിഞ്ഞൊരു ദിവസം നോക്കിയല്ലേ പോവുക. അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു ശിവക്ഷേത്രത്തിൽ വെച്ചാണ്, പാലക്കാട്. ഞങ്ങളുടെ 2 വീട്ടിൽ നാട് പാലക്കാടായതുകൊണ്ട് പാലക്കാട് ഒരു യാക്കര ശിവക്ഷേത്രത്തിൽ നിന്നും വിവാഹം കഴിഞ്ഞു. വീട്ടിൽ പോയി വിരുന്ന് നോക്കി. അന്ന് തന്നെ ഞങ്ങൾ ഗുരുവായൂർക്ക് പോയി. ഗുരുവായൂരായിരുന്നു അന്ന് ഫസ്റ്റ് നൈറ്റ്. ഭഗവാനോടൊത്ത് കുറേ സമയം ചിലവഴിച്ചു. ഭഗവാനോട് ഒരുപാട് നന്ദി പറഞ്ഞു. എന്നിട്ട് നമ്മൾ തിരിച്ച് പിറ്റേ ദിവസം വൈകുന്നേരമാണ് വീട്ടിലെത്തിയത്. ചില സ്വന്തക്കാർക്കൊക്കെ ഒരു മുറുമുറുപ്പുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളോട് അതൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്ക് ഭഗവാനാണ് ഏറ്റവും വലുതെന്ന് അന്ന് തൊട്ടേ ഞങ്ങൾക്ക് മനസ്സിലായി. അന്ന് മുതൽ ഭഗവാൻ എപ്പോഴും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട് എന്നൊരു ഭയങ്കര വിശ്വാസമാണ്. ഭഗവാനായിട്ടാണത്, വേറെ ആരുമായിട്ടല്ല. പക്ഷെ മിസ്റ്റർക്കൊക്കെ ഒരു ഉണ്ണിക്കണ്ണനായിട്ട് എപ്പോഴും കുട്ടിയായിട്ട് തോന്നും, അത്രയും ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുകയും അദ്ദേഹത്തിന് പിന്നെ ലൗകിക ജീവിതത്തിൽ അത്ര താല്പര്യമില്ല, സന്യസിക്കണം, ആശ്രമത്തിൽ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആശ്രമത്തിൽ പോയത്. അദ്ദേഹം അവരുടെ വീട്ടിലെ ഇളയ കുട്ടിയാണ്. മറ്റവരൊക്കെ കല്യാണം കഴിഞ്ഞൊക്കെ നല്ല ഏജായ ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിനും എന്തോ ഭഗവാനോടൊത്ത് കൂടുതൽ ഇരിക്കണം എന്നൊരു താല്പര്യം തോന്നിയിട്ടുണ്ടാകും. അപ്പം ഇങ്ങനെ ഒരു വിശ്വാസമുള്ള ആളായതുകൊണ്ട് മാത്രമാണ് എന്നെ കല്യാണം കഴിച്ചത്. അപ്പം അത് ഒരിക്കലും തെറ്റായിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം ഒരുപാട് കാലം ഞങ്ങൾ അങ്ങനെ ഒരു ലെവലിൽ തന്നെയാണ് താമസിച്ചത്. കുട്ടികൾ വേണ്ടാന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീട്ടുകാരൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച് എന്തൊക്കെയോ അങ്ങനെ പിന്നെ കുട്ടികളായി, മോനായി കഴിഞ്ഞ് മോളായി. അപ്പോൾ കുറേ സംഭവങ്ങൾ പിന്നെ ഉണ്ടായി എൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും. ഒരുപാട് ദുരന്തങ്ങൾ, ആക്സിഡൻറ്റുകൾ തന്നെ. മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ
ഒരു 6 മാസം ആയപ്പോഴാണ് ഞങ്ങളിങ്ങനെ ആശ്രമത്തിലായിരുന്നു. അപ്പോൾ ഹെഡ് ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയി. മോൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ അന്ന് ചാമുണ്ഡി ആണ് അടുത്ത്, ചാമുണ്ഡി ദേവീൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ചോറൂണ് അവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. മോനൊക്കെ ഗുരുവായൂരിൽ ആക്കിയത്. എന്തോ എനിക്ക് അവിടെ ചാമുണ്ഡി അമ്മയുടെ അടുത്തേക്ക് പോകണം തോന്നി. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാമുണ്ഡി ദേവീനെ. മൈസൂർ, ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഞാൻ എന്തായാലും അവിടെ പോയി കണ്ടിട്ട് വരും. ഇപ്പം തിരുപ്പതി, അതുപോലെ തിരുപ്പതി ബാലാജി ഭയങ്കര ഇഷ്ടമാണ്. 2-3 വർഷമായി കാണാൻ കൊതിച്ച് ഈ ആഴ്ചയാണ് ഞാനത് പോയി കണ്ടു വന്നത്. അതേപോലെ ചാമുണ്ഡി ദേവിയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചാമുണ്ഡീൻ്റെ അടുത്ത് കുഞ്ഞിന് ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പൂജാരി തന്നെയാണ് ചോറ് കൊടുക്കുക. ദേവീൻ്റെ അടുത്ത് ഉമ്മറത്തു നിന്നാണ് കൊടുക്കുക. നമുക്കൊക്കെ അത് കാണാൻ പറ്റും. ഇവിടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതൊരു വലിയൊരു അനുഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അതിന് ശേഷം 3 ബൈക്ക് ആക്സിഡൻറ്റ് വേറെ ഉണ്ടായി മിസ്റ്റർക്ക്. അപ്പോഴൊക്കെ ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴൊക്കെ തനിയല്ല, ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് ഉടനെ ഹോസ്പിറ്റലാക്കാനും ഒക്കെ ഒരു ഭഗവാൻ ആ സമയത്ത് അങ്ങനെ വരുന്നു. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമുക്ക് ആപത്തുകൾ വരുമ്പോഴും ദുരന്തങ്ങൾ വരുമ്പോഴും നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നമ്മളെ കൂടെ ആരൊക്കെയോ ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ആപത്തുകളുടെ ഒരു കാഠിന്യം കുറയുമല്ലോ, അതാണ്. അപ്പോൾ അതേപോലെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള 2 ക്ഷേത്രങ്ങളിലും രാമായണം വായിക്കാൻ പോവാറുണ്ട്. അപ്പോൾ ഒരു വർഷം റിട്ടയർ ആയിട്ട് ഒരു വർഷം എനിക്ക് തോന്നി മോൻ്റെ അടുത്ത് പോകണമെന്ന്. അപ്പോൾ പോയി ഒരു മാസമെങ്കിലും ഇരുന്നിട്ടാണല്ലോ വരിക. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് അമ്പലത്തിലെ ആളുകളോട് പറഞ്ഞു ഞാൻ ഇപ്രാവശ്യം വായിക്കാനുണ്ടാവില്ല, ഞാൻ മോൻ്റെ അടുത്ത് പോവാന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് വീടെല്ലാം പൂട്ടി പോയി. അപ്പം മോൾക്ക് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. മോള് ഡോക്ടർമാർക്കൊരു സ്പെഷ്യൽ 1 മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു, യോഗ കോഴ്സ്, ഡയബറ്റിക്കിനൊക്കെ പറ്റിയിട്ടുള്ളത്. അപ്പം അത് വിവേകാനന്ദ കേന്ദ്രയുടെ ഒരു ഇൻ്റർനാഷണൽ യോഗ ട്രെയിനിങ് ഒക്കെ നടത്തുന്നൊരു സ്ഥാപനമുണ്ട്, അവിടെ വെച്ചായിരുന്നു ബാംഗ്ലൂർ. അപ്പം മോളെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ മോൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. പോയി ഒരു 15 ദിവസം കഴിഞ്ഞപ്പം മോൾക്ക് അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ മോൻ്റെ ഫ്ലാറ്റും ഈ ആശ്രമം തമ്മിൽ കുറേ ദൂരമുണ്ട്. അപ്പോൾ ഒരു ദിവസം ജിമ്മ് എല്ലാം കഴിഞ്ഞ് വന്ന് മോൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം അച്ഛൻ പറഞ്ഞു ഞാനിങ്ങനെ മോളുടെ അടുത്തേക്ക് പോകണോ, ആശ്രമത്തിലേക്ക് പോകണ്ടേ, അവിടുന്ന് സ്വാമിമാരെയും കാണാനുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. അപ്പം ശരി, ബസ് സ്റ്റാൻഡ് അടുത്താണ്, ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവിടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് തലേദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. അപ്പോൾ അന്ന് ബക്രീദൊക്കെ ആയതുകൊണ്ട്, ബക്രീദ് തന്നെയാന്ന് തോന്നുന്നു, മോന് അവധിയാണ്. അപ്പോൾ കുട്ടി ബൈക്ക് എടുത്തിട്ട് ബസ് സ്റ്റാൻഡിലേക്കല്ല പോയത്, നേരെ അത്രയും ദൂരം ആശ്രമം നിൽക്കുന്ന സ്ഥലം ഒരുപാട് ദൂരമുണ്ട്, പരിചയമില്ലാത്ത റോഡുമാണ്. പക്ഷെ ആ ആശ്രമത്തിൻ്റെ മുന്നിൽ ഒരു ആക്സിഡൻ്റ്, ഇടയ്ക്കിടയ്ക്ക് റോഡ് വൈഡനിങ് ചെയ്യുകയോ എന്തോ ചെയ്തപ്പോൾ എപ്പോഴും ആക്സിഡൻ്റ് ആവുമെന്ന് പറഞ്ഞു. അവിടെ വെച്ചാണ് സംഭവിച്ചത്. അപ്പം മോൻ്റെ 2 കൈയും ഫ്രാക്ചറായി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ അച്ഛൻ കൂടെ ഉണ്ടല്ലോ. അപ്പോഴേക്കും അപകടം അറിഞ്ഞ് എല്ലാവരും വന്നു, ആശ്രമത്തിൽ നിന്ന് എല്ലാവരും വന്നു, ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എല്ലാ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് അഡ്മിറ്റ് ആയപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇവർ പോയിട്ട് എന്താ ഈ കുട്ടി വരാത്തതെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഫോൺ ആരും എടുക്കുന്നില്ല. നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് അമ്മമാർക്ക് ഇങ്ങനെ ടെൻഷനാവും. ഞാനും ഇങ്ങനെ കൂട്ടിലിട്ട് വരിക പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്, ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പോഴേ എനിക്ക് തോന്നി എന്തോ സംഭവിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരിക്കലും അത്ര ദൂരം കുട്ടിയെ വിടൂല. പക്ഷെ അച്ഛനൊന്നും അങ്ങനെ പേടിയില്ല. അതെല്ലാം വരണ്ട പോലെ വരുന്നു പറഞ്ഞിട്ട് അവരങ്ങനെ ഇരിക്കും. പക്ഷെ എന്നെ അറിയിച്ചുമില്ല, ഞങ്ങൾ പോകണ്ടെന്നും അറിയിച്ചില്ല. എന്തായാലും വലിയൊരു ആക്സിഡന്റ് നടന്നു. പക്ഷെ അത് മോൻ മാത്രമാണ് പോകുമ്പോൾ നടന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പരിചയമില്ലാത്ത റോട്ടിൽ വെച്ച് നടന്ന എന്തായിരിക്കും സ്ഥിതി? ഫ്രണ്ട്സ് ആരും ഇല്ലയെന്ന് വെക്കൂ, അപ്പോഴും എന്തായിരിക്കും? അപ്പോൾ ട്രാഫിക് ജാസ്തിയുള്ള ബാംഗ്ലൂരിൽ നമുക്കതൊന്ന് ആലോചിക്കാനേ വയ്യ ബാക്കി കാര്യങ്ങൾ. മാത്രമല്ല, ഒരു അപകടം ഉണ്ടായി ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും പോയി എത്തുമ്പോഴേക്ക് എന്തായിരിക്കും അവസ്ഥ?
അപ്പോൾ സംഭവിക്കേണ്ടത് സംഭവിക്കുന്നു, ആപത്തുകൾ സംഭവിക്കുന്നു. പക്ഷെ ഭഗവാൻ അവിടെ ഒരു പ്രൊട്ടക്ഷൻ, അച്ഛൻ കൂടെ ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കുക. എന്തൊരു ഭാഗ്യമാണത്. ഞങ്ങളൊക്കെ അടുത്തിരിക്കുന്നു. ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോൾ അവന് 100 സംശയമാണ്. അവന് ഞങ്ങളെല്ലാം അടുത്ത് വേണം. അത്രയും കെയറിങ് വേണ്ട കുട്ടിയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും അമ്മയും എല്ലാവരും ശ്രദ്ധിക്കുന്നത് അവന്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ഭഗവാന്റെ ഒരു അനുഗ്രഹമല്ലേ അതൊക്കെ. അപ്പം ഭഗവാന് നമ്മൾ ജീവൻ തന്നെ സറണ്ടർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഭഗവാന്റെ മുന്നിലെല്ലാം. ഭഗവാനാണ് നമുക്കെല്ലാം. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഭഗവാനോട് ചേർന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ആശ്രമങ്ങളുമായിട്ടുള്ളൊരു ടച്ച് എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആള്, സ്വന്തം എന്ന് പറയാൻ 2 കൂട്ടുകാർക്കും റിലേറ്റീവ്സൊക്കെ ധാരാളം ഉണ്ട്. പക്ഷെ അവരെക്കാളും റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് ആശ്രമം തന്നെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും അവിടെ പോയി കുറച്ച് ദിവസം താമസിക്കുക, അവരുമായിട്ടൊരു കണക്ഷൻ കൊടുക്കുക. അതൊക്കെയാണ് ഒരു പാരൻസിന് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ആശ്രമമായിട്ട് നല്ലൊരു ബന്ധമുള്ളതുകൊണ്ട് എല്ലാവരുമായിട്ടും നല്ലൊരു അടുപ്പം ഇപ്പോഴും മക്കൾക്കുണ്ട്. അതുപോലെ ചിന്മയ മിഷൻ ആയാലും, ചിന്മയ മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ അറിവിൻ്റെ ഒരു കേദാര സംഘമാണ്. അവിടെ നമുക്ക് കിട്ടാത്ത ഒരു അറിവും ഇല്ല. അതേപോലെ ഭക്തിയുടെ ഒരു ഉത്തംഗ ശൃംഖമാണ് ഇത്, അമൃതാനന്ദമയി ദേവിയുടെ ആശ്രമം. അപ്പം എങ്ങനെ വേണമെങ്കിലും ഈ കുട്ടികൾക്ക് പിന്നെ കോഴ്സുകൾ ഓരോന്നും ഒക്കെ പഠിക്കാനും ഈ വിവേകാനന്ദ കേന്ദ്ര ഭയങ്കരമാണ്. നല്ല ഇൻ്റർനാഷണൽ കോഴ്സുകളാണ് അവിടെ കിട്ടുന്നത്. എങ്ങനെയും മനുഷ്യർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അതിന് പറ്റിയ ആശ്രമങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ കുട്ടികളെ കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ കുട്ടികൾ ഒരിക്കലും വഴിതെറ്റൊന്നുമില്ല. ഹരി ഓം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരുന്ന ആപത്തുകളൊക്കെ ഒക്കെ കണ്ട് അവയെ വേണ്ട വിധത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മളെ ഭഗവാൻ ഗുരുവായൂരപ്പൻ എപ്പോഴും തൊഴുതുകൊണ്ടിരിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരി ഓം. ഹരേ കൃഷ്ണ. ഈ വൃന്ദാവനിലൂടെ ഞാൻ എൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നമസ്കാരം. ഹരി ഓം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ടീച്ചറുടെ അനുഭവ കഥ കേട്ടല്ലോ. അപകടങ്ങളിലും ദുരന്തങ്ങളിലൊക്കെ ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദുരന്തങ്ങളൊന്നും തന്നെ സാരമായി ബാധിച്ചില്ല. ഹരേ കൃഷ്ണ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും കമൻറ്റുകളും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.